അടുത്ത ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷനാര്? ഈ ചോദ്യമാണ് കഴിഞ്ഞ ഒരാഴ്ചയിലേറെയായി കേരള രാഷ്ട്രീയത്തിലെ പ്രധാന ചർച്ച. പല പ്രമുഖരുടെയും പേരുകൾ ഉയർന്നു കേൾക്കുന്നുണ്ടെങ്കിലും ഔദ്യോഗിക തീരുമാനം പാർട്ടി അറിയിച്ചിട്ടില്ല. ഇപ്പോഴത്തെ ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷനാകാൻ സാധ്യത ഈ 6 പേർക്കാണെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. 6 ബി.ജെ.പി. നേതാക്കളോടാണ് തിരുവനന്തപുരത്ത് ഉണ്ടാകണമെന്ന നിർദ്ദേശം ദേശീയ നേതൃത്വം നൽകിയിരിക്കുന്നത്. നിലവിലെ അധ്യക്ഷൻ കെ സുരേന്ദ്രൻ, മുൻ അധ്യക്ഷനായ വി മുരളീധരൻ, മുൻ കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖർ, ശോഭ സുരേന്ദ്രൻ, എം.ടി. രമേശ് എന്നിവരോടാണ് തിരുവനന്തപുരത്തെത്താൻ ദേശീയ നേതൃത്വം ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇവർക്കൊപ്പം RSSന്റെ ദേശീയ നേതാവായ എ ജയകുമാറിനോടും തിരുവനന്തപുരത്ത് ഉണ്ടാകണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. RSS പ്രചാരകനും കൂടിയായ ജയകുമാറിനെ ബി.ജെ.പിയുടെ സംസ്ഥാന സംഘടനാ ജനറൽ സെക്രട്ടറി ആക്കാനും സാധ്യതയുണ്ടെന്നാണ് പുറത്തുവരുന്ന വിവരം. ഇതിനൊപ്പം പ്രസിഡന്റായും ജയകുമാറിനെ പരിഗണിക്കുന്നുണ്ട്. ഈ 6 പേരിൽ നിന്നും ഒരാളെ ബി.ജെ.പി. അധ്യക്ഷ സ്ഥാനത്തേക്ക് നിയോഗിക്കും. കൂടാതെ നാളെ ഇവരിൽ ഒരാൾ പ്രസിഡന്റ് മത്സരത്തിനുള്ള നോമിനേഷൻ നൽകുമെന്നും വിവരമുണ്ട്. അതേസമയം കെ സുരേന്ദ്രനോട് തുടരാൻ ആവശ്യപ്പെടുമെന്നുള്ള സൂചനയും പുറത്തു വരികയാണ്. വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ പാർട്ടി ചുമതലയുമായി പോയ വി മുരളീധരനോട് അടിയന്തരമായി തിരുവനന്തപുരത്തെത്താൻ ബി.ജെ.പി. കേന്ദ്ര നേതൃത്വം നിർദ്ദേശിക്കുകയായിരുന്നു. തിങ്കളാഴ്ച സംസ്ഥാന കൗൺസിലിൽ ചേരണമെന്നും ഞായറാഴ്ച നോമിനേഷൻ പ്രക്രിയ വേണമെന്നും ആവശ്യപ്പെട്ടു. ഇതനുസരിച്ച് മുരളീധരൻ അതിവേഗം തന്നെ തിരുവനന്തപുരത്തെത്തി. കൗൺസിൽ യോഗത്തിനായുള്ള മുന്നൊരുക്കങ്ങളിലെ ചർച്ചയും നടന്നു. ഇതിനുശേഷമാണ് മറ്റുള്ള 5 പേരോടും തിരുവനന്തപുരത്തേക്ക് എത്താൻ ദേശീയ നേതൃത്വം ആവശ്യപ്പെട്ടത്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ നിർദ്ദേശപ്രകാരമാണ് ഈ 6 പേരോടും തിരുവനന്തപുരത്തെത്താൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. എന്നാൽ ഞായറാഴ്ച നോമിനേഷൻ കൊടുക്കണം. കേന്ദ്ര നിരീക്ഷകൻ പ്രഹ്ലാദ് ജോഷിയുടെ നേതൃത്വത്തിൽ ചേരുന്ന കോർ കമ്മിറ്റി യോഗത്തിൽ അന്തിമ തീരുമാനമുണ്ടാകുമെന്നാണ് വിവരം. തിങ്കളാഴ്ച ചേരുന്ന സംസ്ഥാന സമിതി യോഗത്തിലാണ് ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടാകുക. അതേസമയം തദ്ദേശ തിരഞ്ഞെടുപ്പും തൊട്ടു പിന്നാലെ നിയമസഭാ തിരഞ്ഞെടുപ്പും വരുന്നതിനാൽ അവ കഴിയും വരെ കെ സുരേന്ദ്രൻ സംസ്ഥാന അധ്യക്ഷ പദവിയിൽ തുടരാൻ സാധ്യതയുണ്ടെന്ന പ്രചാരണവും ശക്തമാണ്. എന്നാൽ 5 വർഷം കാലാവധി എന്ന മാനദണ്ഡം കർശനമായി നടപ്പിലാക്കിയാൽ സുരേന്ദ്രൻ ഒഴിയേണ്ടതായി വരും. നാളെ ചേരുന്ന കോർ കമ്മിറ്റി യോഗത്തിൽ കേന്ദ്ര നിരീക്ഷകൻ പ്രഹ്ലാദ് ജോഷി സമവായ നിർദ്ദേശം അറിയിക്കും. നാമനിർദ്ദേശ പത്രിക സ്വീകരിച്ച് ഏകകണ്ഠമായിട്ടായിരിക്കും അധ്യക്ഷനെ തിരഞ്ഞെടുക്കുക. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മനസ്സാകും നിർണായകമാകുന്നത്. മറ്റന്നാൾ ചേരുന്ന സംസ്ഥാന കൗൺസിൽ യോഗത്തിൽ പുതിയ അധ്യക്ഷനെ പ്രഖ്യാപിക്കും. എം.ടി. രമേശ്, രാജീവ് ചന്ദ്രശേഖർ, ശോഭ സുരേന്ദ്രൻ എന്നിവർക്കാണ് സാധ്യതയേറെയെന്നാണ് സൂചന. വി മുരളീധരനും അവസാന നിമിഷം അധ്യക്ഷനാകാൻ സാധ്യതയേറെയാണ്. യാക്കോബായ സുറിയാനി സഭയുടെ കത്തോലിക്ക വാഴ്ച ചടങ്ങിൽ പങ്കെടുക്കുന്ന ഇന്ത്യൻ സംഘത്തെ നയിച്ചുകൊണ്ട് ലബനനിൽ പോകുന്നത് വി മുരളീധരനാണ്. ഈ സംഘത്തിൽ രാജീവ് ചന്ദ്രശേഖറുമുണ്ട്. ഡൽഹിയിലേക്കുള്ള രാജീവ് ചന്ദ്രശേഖർ കോർ കമ്മിറ്റി യോഗത്തിൽ പങ്കെടുക്കും. കേന്ദ്ര നിർദ്ദേശപ്രകാരമാണ് ഇത്. അതുകൊണ്ട് തന്നെ കേന്ദ്ര നേതൃത്വത്തിന്റെ മനസ്സിൽ ആർക്കും വ്യക്തമായ സൂചനകളൊന്നുമില്ല. ജയകുമാറിനോടും തിരുവനന്തപുരത്ത് ഉണ്ടാകണമെന്ന് നിർദ്ദേശം നൽകിയത് അഭ്യൂഹങ്ങളെ പുതിയ തലത്തിലേക്ക് എത്തിക്കുകയാണ്. ഈ 6 പേരിന് പുറത്തൊരാൾക്കും സംസ്ഥാന അധ്യക്ഷനാകാൻ സാധ്യത കാണുന്നവരുമുണ്ട്. കെ സുരേന്ദ്രന്റെ കാലത്ത് സുഭാഷ് ആയിരുന്നു RSSൽ നിന്നുള്ള ബി.ജെ.പിയുടെ സംഘടന ജനറൽ സെക്രട്ടറി. സുരേന്ദ്രനോടുള്ള താല്പര്യക്കുറവ് കാരണം സുഭാഷിനെ RSS തിരിച്ചു വിളിച്ചു. ഇതോടെ ബി.ജെ.പിക്ക് സംഘടനാ ജനറൽ സെക്രട്ടറി ഇല്ലാത്ത അവസ്ഥ വരെ വന്നു. ഈ സാഹചര്യത്തിൽ പ്രചാരകൻ കൂടിയായ ജയകുമാർ സംഘടനാ ജനറൽ സെക്രട്ടറി ആകുമെന്ന് സൂചനയുണ്ട്. സുരേന്ദ്രൻ മാറാതെ സംഘടനാ ജനറൽ സെക്രട്ടറിയെ നൽകില്ലെന്ന നിലപാടിലായിരുന്നു പരിവാർ നേതാക്കൾ. അതുകൊണ്ട് തന്നെ ജയകുമാറിനെ തിരുവനന്തപുരത്തെത്താൻ നിർദ്ദേശിച്ചത് സുരേന്ദ്രനെ മാറ്റുന്നതിന്റെ സൂചനയായും കരുതുന്നവരുണ്ട്. കേരളത്തിന്റെ ചുമതലയുള്ള പ്രഹ്ലാദ് ജോഷിയുടെ നേതൃത്വത്തിൽ ചേരുന്ന കോർ കമ്മിറ്റി യോഗത്തിൽ ദേശീയ നേതൃത്വത്തിന്റെ നിലപാട് എന്തായാലും വ്യക്തമാകും. അതിനുശേഷം പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കാനുള്ള സംഘടനാ നടപടികളും തുടങ്ങും. അതേസമയം നാളെ തന്നെ പുതിയ പ്രസിഡന്റിനായുള്ള തിരഞ്ഞെടുപ്പിന് നാമനിർദ്ദേശ പത്രിക നൽകണം. 24-ന് തിരഞ്ഞെടുപ്പ് നടക്കും. ഇതിനായുള്ള വിപുലമായ സംസ്ഥാന നേതൃത്വ യോഗവും ചേരും. മുൻ മണ്ഡലം പ്രസിഡന്റ് അടക്കമുള്ള നേതാക്കളെ ഈ യോഗത്തിലേക്ക് വിളിച്ചിട്ടുണ്ട്.
ദേശീയ നേതൃത്വം മുന്നോട്ട് വയ്ക്കുന്ന പേരുകൾ മാത്രമേ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിന് നാമനിർദ്ദേശം നൽകൂ. അതുകൊണ്ട് തന്നെ 24-ലെ നേതൃയോഗം വെറും ഔപചാരികം മാത്രമാകും. നാളെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ തുടങ്ങുമ്പോൾ തന്നെ ആരാണ് അടുത്ത BJP പ്രസിഡന്റ് എന്നത് വ്യക്തമാകും.